ഹായ് ഓൾ, എല്ലാവർക്കും ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷനിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിയൽ അനാലിസിസിലെ കുറച്ച് MCQs ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, നോക്കൂ, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/n, ഇഫ് എക്സ് ഈക്വൽ ടു m/n ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0, 1, m and n belongs to n and GCD of mn equal to 1 and 0 if x belongs to 0, 1 and x is an irrational number. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് റീമാൻ ഇൻ്റഗ്രലിലെ പാർട്ടിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റീമാൻ ഇൻ്റഗ്രബിൾ ആണോ, ഇനി ആണെങ്കിൽ തന്നെ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റീമാൻ ഇൻ്റഗ്രലിൽ പഠിച്ച കുറച്ച് തിയറംസ് അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം. എന്തൊക്കെയാണ് ആ തിയറംസ്? ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, അത് മാത്രമല്ല അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആണ് എന്ന് പറയണമെങ്കിൽ, അല്ലേ, റീമാൻ എഫ് ബിലോങ്സ് ടു, നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, എഫ് ബിലോങ്സ് ടു, അല്ലേ, റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ, ഇവിടെ ക്ലോസ് ഇന്റർവൽ 0, 1 ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത് കൊടുത്തു ആണ്. അത് മാത്രമല്ല അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആവണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ നമുക്കറിയാം, ആ ഫംഗ്ഷന്റെ ഫൈനൈറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും ആ ഫംഗ്ഷന്റെ വാല്യൂ എന്തായാൽ മതി? 0 ആയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ കൗണ്ടബിൾ പോയിന്റ്സ് അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണോ ചെക്ക് ചെയ്യണം. നോക്കൂ, എക്സ് ഈക്വൽ ടു m/n ഫോമിലാകുമ്പോഴാണ് 1/n ആവുന്നത്. ഇത് ആക്ച്വലി എന്താ? ഒരു റാഷണൽ റെപ്രസെന്റേഷൻ അല്ലേ? ഓക്കെ, mn നാച്ചുറൽ നമ്പേഴ്സ് ആണ്, പക്ഷെ ഒരു ലിമിറ്റേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, GCD ഓഫ് m എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ ഉള്ള എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി 1/2, 1/3, 1/4 ഈ രീതിയിൽ, അല്ലെ, അല്ലെങ്കിൽ 2/3 GCD 1 ആവുന്ന രീതിയിലുള്ള നമ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആണ്, അല്ലെ. ആ കൗണ്ടബിൾ ആയിട്ടുള്ള റാഷണൽ നമ്പറിലെ കുറച്ചും കൂടി നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കാണുന്ന രീതിയിലുള്ള എക്സുകളെ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോഴൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാ നോക്കൂ, 1/n. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക്, അങ്ങനെ അല്ലാത്ത ആ കൗണ്ടബിൾ പോയിന്റ്സ് അല്ലാതെ ബാക്കിയുള്ള പോയിന്റ്സിലെല്ലാം, അതായത് ഇറാഷണൽ നമ്പറുകളാവുമ്പോൾ, 0, 1 എക്സുകൾ ഇറാഷണൽ നമ്പേഴ്സ് ആവുമ്പോൾ, ഇറാഷണൽ നമ്പർ നമുക്കറിയാം അൺകൗണ്ടബിൾ ആണ്, അല്ലെ, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ പോയിന്റ്സിലൊക്കെ വാല്യൂ എന്താ ഫംഗ്ഷന്റെ? 0 ആണ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ആ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? എഫ് തീർച്ചയായിട്ടും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, മാത്രമല്ല അതിന്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആണ് എന്നും കൂടിയും പറയാം. റീസൺ ഇത്രയേ ഉള്ളൂ, കൗണ്ടബിൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റ്സിലും, അല്ലെ, ബാക്കി എല്ലാ ഇറാഷണൽ നമ്പേഴ്സിലൊക്കെ ഈ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഫോർ വിച്ച് വാല്യൂസ് ഓഫ് പി ഡസ് ദ സീരീസ്, ഒരു സീരീസ് തന്നിട്ടുണ്ട്, അത് അബ്സല്യൂട്ട്ലി കൺവേർജൻസ്, അതായത് വെറും കൺവേർജന്റ് അല്ല, അബ്സല്യൂട്ട് കൺവേർജൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഒരു അബ്സല്യൂട്ട് കൺവേർജൻസിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്? ഒരു സീരീസ് സമ്മേഷൻ an അബ്സല്യൂട്ട് കൺവേർജന്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്താവണം? സമ്മേഷൻ അതിന്റെ മോഡുലസ് വാല്യൂ ഉണ്ടല്ലോ, ആ സീരീസിന്റെ മോഡുലസ് വാല്യൂ കൺവേർജന്റ് ആയാൽ മതി. അപ്പൊ ഒരു സീരീസിന്റെ മോഡുലസ് വാല്യൂ കൺവേർജന്റ് ആയാൽ അത് തീർച്ചയായിട്ടും അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പിയുടെ ഏത് വാല്യൂവിനാണ് ഈ ഫംഗ്ഷൻ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആവുക. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലുള്ള ടെസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാം, പിന്നെ ഒരു പി സീരീസ് ടെസ്റ്റും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ നമുക്ക് ഇതിന്റെ കിട്ടും. ഓക്കെ, അതായത് നോക്കൂ, സമ്മേഷൻ an, അല്ലെ, ഉള്ളൊരു ടേം ആണിത്, ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ആക്ച്വലി ഇതിന്റെ കൺവേർജൻസ് ആണ് ചെക്ക് ചെയ്യാൻ ചോദിച്ചെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അല്ലെങ്കിൽ ലെബനീസ് ടെസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇതിന്റെ അബ്സല്യൂട്ട് കൺവേർജൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താ വരിക? ഈ -1 all raised to n. പോസിറ്റീവ് ടേംസ് മാത്രമേ വരുള്ളൂ, നെഗറ്റീവ് ടേംസ് വരില്ല. അപ്പൊ എന്ത് മാത്രമേ വരുള്ളൂ? n raised to p/2/n² + 1 ആവില്ലേ? ഓക്കെ, ഇത് കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് പറയാം അത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. അപ്പൊ ഇത് എപ്പോഴാ കൺവേർജന്റ് ആവുക? നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ സപ്പോസ് an ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന n raised to p/2/n² + 1. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, bn എന്ന് പറയുന്ന ഒരു സീരീസും കൂടി നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പൊ bn എങ്ങനെയായിരിക്കണം നോക്കാം. bn കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി anൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? bn കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. anന്റെ ലീഡിംഗ് ടേംസ് യൂസ് ചെയ്തിട്ട് bn കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ ന്യൂമറേറ്ററിലെ ലീഡിംഗ് ടേം ആരാ?
ഇറ്റ് ഇസ് n⁻p/2 അല്ലേ. ഡിഗ്രി കൂടുതലുള്ള ആരാ നോക്കിയാൽ മതി, n⁻p/2 തന്നെയുള്ളൂ. താഴെയാണെങ്കിലോ n² ലീഡിംഗ് ടേം ആരാ, n². അപ്പോൾ ഈ രീതിയിൽ bn നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്? ആക്ച്വലി അത് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും പറയുകയാണ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്, റോ എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ലിമിറ്റ് n∞ an/bn. ഇത് ഫൈനൈറ്റ് വാല്യൂ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, നമുക്ക് ഇതിന്ന് കിട്ടുന്ന വാല്യൂ ഫൈനൈറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ബോത്ത് an ആൻഡ് bn കൺവേർജ് ഓർ ഡൈവേർജ് ടുഗെദർ. രണ്ടും ഒരേ സമയം കൺവേർജന്റും ചിലപ്പോൾ ഒരേ സമയം ഡൈവേർജന്റും ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് bn ഡൈവേർജന്റ് ആണോ കൺവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, an-ന്റെ കൺവേർജൻസും ഡൈവേർജൻസും കിട്ടും. bn കൺവേർജന്റ് ആണെങ്കിൽ an തീർച്ചയായിട്ടും കൺവേർജന്റ്. ഇനിയിപ്പോൾ bn ഡൈവേർജന്റ് ആണെങ്കിൽ an തീർച്ചയായിട്ടും ഡൈവേർജന്റ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ bn എന്ന് പറയുന്ന ഒരു സീരീസിനെ നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് bn-ന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. bn കൺസ്ട്രക്ട് ചെയ്യാന്നിട്ട് bn കൺവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എങ്ങനെ bn-ന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ നോക്കൂ. സമ്മേഷൻ bn എന്ന് പറയുന്നത് n⁻p/2/n² അല്ലേ. ഇതിന് നിങ്ങൾക്ക് എക്സ്പോണൻസ് ലോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1/n⁻2 - p/2 അല്ലേ. ഇതെന്തിനാ ഇങ്ങനെ എഴുതിയത്? നമുക്കറിയാം ഒരു സീരീസ് 1/n⁻p, ഇതാരാ, പി സീരീസ് ആണ്. പി സീരീസ് കൺവേർജന്റ് ആവുന്ന എപ്പോഴാ, p > 1 ആവുമ്പോൾ കൺവേർജന്റും p = 1 അല്ലെങ്കിൽ അതിനേക്കാളും ലെസ് ഒക്കെ ആവുമ്പോൾ ഡൈവേർജന്റും ആണ് നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ pക്ക് പകരം എന്താ ഇവിടെ വന്നിരിക്കുന്നത്, 2 - p/2. നോക്കൂ, 2 - p/2 നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കൺവേർജസ് അബ്സല്യൂട്ട്ലി. അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ മോഡുലസ് വാല്യൂ കൺവേർജന്റ് ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കൺവേർജൻസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. 2 - p/2 കൺവേർജന്റ് ആവുന്നത് അപ്പൊ എപ്പോഴായിരിക്കും, > 1 ആയിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പിക്ക് ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഇതൊന്നും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, 2 അല്ലേ, 2 - 1 is greater than p/2 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, 2 - 1 1 ആണ്, 1 greater than p/2 അല്ലേ. ഇനി ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ we will get p less than 2 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി നിങ്ങൾ നോക്കൂ, പിയുടെ വാല്യൂ ഇപ്പോൾ കിട്ടി. പിയുടെ വാല്യൂ ലെസ് ദാൻ 2 ആകുമ്പോൾ കൺവേർജസ് അബ്സല്യൂട്ട്ലി ആണെന്ന് കിട്ടി. ഓക്കെ, കാരണം കൺവേർജ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു സീരീസ് നമ്മുടെ bn എന്ന് പറയുന്ന ഈ സീരീസ് കൺവേർജന്റ് ആണ്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് പറയാം, സീരീസ് a എന്ന് പറയുന്നതും കൺവേർജന്റ് ആണ്. ഇനി സീരീസ് an കൺവേർജന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലാത്ത സീരീസ് എന്തായിരിക്കും, അത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. p < 2 ആവുന്ന ഓപ്ഷൻ ഏതാ, ഇവിടെ നോക്കുമ്പോൾ p > 2 കറക്റ്റ് അല്ല, p = 2 കറക്റ്റ് അല്ല. കണ്ടോ, p < 2 വരുന്ന ആകെയുള്ള ഒരു ഓപ്ഷൻ ഇതാണ്, സി ആണ്. അപ്പോൾ അവിടെ 1 < p < 2 എന്നും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ എടുത്തെഴുതാം. അപ്പോൾ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ നമുക്ക് കുറച്ച് തിയറംസ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, അല്ലാതെ പ്രൂഫ് ഒന്നും ഇതിന് കാണാൻ നിങ്ങൾ നിൽക്കരുത്. അതിനുള്ള ടൈം നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ 0π. അപ്പോൾ ഓപ്പൺ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു തിയറം പഠിക്കാനുണ്ട്, ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ എവിടെ, ഒരു ഓപ്പൺ ഇന്റർവെൽ 0π എന്നല്ല, AB. ഓക്കെ, എനി ഓപ്പൺ ഇന്റർവെൽ, ഒരു ഓപ്പൺ ഇന്റർവെൽ AB നിങ്ങൾ എടുത്തു. ആ ഒരു ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള, ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ്. അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഓപ്പൺ ഇന്റർവെല്ലിന്റെ എൻ പോയിന്റ്സിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മതി. ആ ഫംഗ്ഷനിൽ ഈ ഓപ്പൺ ഇന്റർവെൽസിന്റെ എൻ പോയിന്റ്സിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോണത്, എൻ പോയിന്റ്സിലുള്ള ലിമിറ്റ് എന്താണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കുമ്പോൾ കുറേ ചിലപ്പോൾ വലിയ ഓപ്ഷൻസ് ഒക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്നത് സിമ്പിൾ ഫംഗ്ഷൻസ് ആദ്യം ഒന്ന് എടുത്ത് നോക്കാം. e⁻x എടുത്ത് നോക്കാം. ഇവിടെ b എന്ന് പറയുന്നത് പകരം 0π ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ പോയിന്റ്സിലുള്ള ലിമിറ്റ് കാണുക. ഫംഗ്ഷന്റെ ലിമിറ്റ് x → 0 e⁻x എന്താ വരിക, e⁻0 ആണ്, 1 ആണ്. ഇനിയിപ്പോൾ പൈയിലും കൂടി ഉള്ളത് നോക്കിയാൽ മതി. അത് രണ്ട് ഈക്വൽ ആവണം എന്നല്ല പറഞ്ഞത്, ഫൈനൈറ്റ് ആവണം, അതായത് എക്സിസ്റ്റ് ചെയ്താൽ മതി ലിമിറ്റ്.
പൈ എടുത്ത് നോക്കി ഇ റേസ് ടു പൈ എന്ന് പറയും അല്ലെ, ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു പൈ ആണ്. അതും ഫൈനൈറ്റ് ആയിട്ടുള്ള, അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇ റേസ് ടു എക്സ് എന്താ, യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇ റേസ് ടു എക്സിന്റെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 1 ഇ റേസ് ടു എക്സ് എങ്ങനെയായിരിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഫസ്റ്റ് എൻഡ് പോയിന്റ് എടുത്തു. 1 ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ 1 ഇ റേസ് ടു എക്സ്, ദാറ്റ് ഈസ് 1 ഇ റേസ് ടു 0, ഇ റേസ് ടു 0 1 ആണ്, അപ്പോൾ 1 ആണ്. ഇനിയിപ്പോൾ പൈ കൊടുത്താലും നിങ്ങൾക്ക് അറിയാം എക്സ് ടെൻസ് ടു പൈ, 1 ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ 1 ഇ റേസ് ടു പൈ ആണ് വരിക. അതും ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്, അതുകൊണ്ട് അതും യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ബിയും ഡിയും ഓക്കെ ആണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, ശ്രദ്ധിക്കണം, നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യൂണിഫോംലി കണ്ടിന്യൂസ്, അപ്പോൾ ഇത് രണ്ടും അല്ല ആൻസേഴ്സ് എന്ന് മനസ്സിലായി. അടുത്ത കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാ നോക്കാം, ഇ റേസ് ടു എക്സ് ബൈ എക്സ് അല്ലെ, കാണുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇ റേസ് ടു എക്സ് ബൈ എക്സ്. ഇവിടെ എന്താ സംഭവിക്കുക നോക്കൂ, ഇ റേസ് ടു 0 ബൈ 0, അതായത് 1/0 വരും. 1/0 എന്താ, നോട്ട് ഡിഫൈൻഡ് അല്ലെ, ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. ഇനി പക്ഷെ പൈയിൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ, ഇ റേസ് ടു എക്സ് ബൈ എക്സിന് കൊടുക്കുമ്പോൾ ഇ റേസ് ടു പൈ ബൈ പൈ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത്, രണ്ട് എൻഡ് പോയിന്റ്സിലും എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, തീരം. അപ്പൊ ഇവിടെ 0യിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആവോ, അല്ല, ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അപ്പൊ കറക്റ്റ് ആൻസർ ആക്ച്വലി സി ആണ്. ഇനിയിപ്പോൾ എ നോക്കേണ്ട ആവശ്യം ഇല്ല. ഇനിയിപ്പോൾ എ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്ക്യൂസ് തിയറം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പറയാം. കാരണം കോസ് 1/xന്റെ വാല്യൂ എപ്പോഴും -1 ലെസ് ദാൻ അല്ലെ, ലെസ് ദാൻ ഈക്വൽ ടു കോസ് 1/x ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലാണ് വരിക. നമുക്ക് എക്സ് കോസ് 1/x ആ വേണ്ടേ, അപ്പൊ എല്ലായിടത്തും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x ലെസ് ദാൻ ഈക്വൽ ടു എക്സ് കോസ് 1/x ലെസ് ദാൻ ഈക്വൽ ടു എക്സ് വരും. ഇനി നിങ്ങൾ ലിമിറ്റ് ഒന്ന് ടെൻഡ് ചെയ്ത് നോക്കൂ, 0ലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ വരിക, 0 എന്ന് വരും. ഇനിയിപ്പോൾ ഐയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് -π ആയിരിക്കും, -π ഇപ്പുറത്ത് പൈ എന്നുള്ള രീതിയിൽ, പ്ലസോ -π എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ലിമിറ്റ് വരാം. ഓക്കെ, അപ്പോൾ എന്ത് പറയാം, നമ്മുടെ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചത്. എൻ പോയിന്റ്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് ഏതിന് മാത്രമേ ഉള്ളൂ, ഏത് മാത്രമേ ഇ റേസ് ടു എക്സ് ബൈ എക്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലാത്തത്. ഇങ്ങനെ വേണം ചെക്ക് ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, നമ്മളോട് കൺവേർജൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺസിഡർ സീക്വൻസ് എക്സ്. ഓക്കെ, എൻ ഈവൺ ആവുമ്പോഴും എൻ ഓഡ് ആവുമ്പോഴും ഉള്ള രണ്ട് ഫംഗ്ഷൻസ് നമ്മളോട് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? കൺവേർജന്റ്, ഡൈവേർജന്റ്, ലിമിറ്റ് ഇൻഫിമം, സുപ്രീമം ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഒന്നെങ്കിൽ ഫംഗ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ആ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിച്ചാൽ ആ സീക്വൻസ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ലിമിറ്റ് ഇൻഫിമത്തിന്റെ ലിമിറ്റ് സുപ്രീമത്തിന്റെ ഒക്കെ ഡെഫിനിഷൻ നോക്കിയിട്ട് അത് ഡൈവേർജന്റ് ആണോ കൺവേർജന്റ് ആണോ പറയാം. ലിമിറ്റ് ഇൻഫിമം ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺവേർജന്റ് ആണ്. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഡൈവേർജന്റ് ആണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞാലും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ചെയ്യുന്നത് ആദ്യം ഈ സീക്വൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് നോക്കൂ, അത് n ഈവൺ ആവുക എന്ന് പറയുമ്പോൾ എന്താ സംഭവം, എന്നിന്റെ വാല്യൂ സം 2k അല്ലെ, മൾട്ടിപ്പിൾ ഓഫ് 2 എന്നുള്ള രീതിയിൽ വരിക. അപ്പൊ സീക്വൻസ് എക്സ് എന്തായി മാറും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, -1 അല്ലെ, -1 ഹോൾ റേസ് ടു n/2. n/2 എന്ന് പറഞ്ഞാൽ 2k/2 എന്നുള്ള രീതിയിലാണ്. അതായത് -1 ഹോൾ റേസ് ടു k എന്നുള്ള രീതിയിലാണ് ഇഫ് n ഈസ് ഈവൺ ആവുമ്പോൾ. -1 ഹോൾ റേസ് ടു k എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരിക, -1 + 1 -1 + 1 ഈ രീതിയിലല്ലേ പോവുക. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, n ഈവൺ ആവുന്ന സമയത്തൊക്കെ, ഈവൺ എന്ന് പറയുമ്പോൾ 2 ആവുമ്പോൾ അല്ലെ, 2 ആകുമ്പോൾ 2/2 -1 ആ രീതിയിൽ -1 + 1 -1 + 1 എന്നുള്ള രീതിയിലാണ് n ഈവൺ ആവുന്ന സമയത്തൊക്കെ പോകുന്നത്. ഇനി n ഓഡ് ആവുമ്പോൾ നമ്മളോട് പറഞ്ഞു അത് -1/2n + 1 എന്നുള്ള രീതിയിൽ തന്നെയാണ് n ഓഡ് ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷനെ ബ്രേക്ക് ചെയ്യാൻ, സീക്വൻസിനെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾ നോക്കുക, ഇത് കൺവേർജന്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ലിമിറ്റ് എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയാൽ മതി അല്ലേ. ഇതിന്റെ ലിമിറ്റ് എന്താ വരിക, ലിമിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൺവേർജന്റ് ആണോ നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി xn നോക്കാം. എന്താ സംഭവിക്കുന്നത്, -1 + 1 -1 + 1 ഈ രീതിയിലാണ് ഇവിടെ പോകുന്നത് അല്ലേ. ഇവിടെ താഴെയാണെങ്കിലും n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ n ഓഡ് ആകുമ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ സംഭവിക്കുക, n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 0ലേക്കല്ലേ ഇത് കൺവേർജന്റ് ആവുക. അപ്പൊ നോക്കൂ, n ഓഡ് ആവുമ്പോൾ 0ലേക്ക്,
ഇനി n ടെൻസ് ടു ഇൻഫിനിറ്റി n ഈവൺ സമയത്ത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാവും -1 +1 -1 +1 ഈ രീതിയിലാണ് ഇതിൻ്റെ വാല്യൂസ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല, കാരണം n ഓടാകുമ്പോൾ വേറെ n ഈവൺ ആകുമ്പോൾ വേറെ അല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് ആണ്. ഇനിയിപ്പോൾ അല്ല, നിങ്ങൾക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം, ലിമിറ്റ് സുപ്രീമും ലിമിറ്റ് ഇൻഫോമും കണ്ടിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ വാല്യൂസ് ആക്ച്വലി വരുന്നത് 0 -1 0 1 ആ രീതിയിലുള്ള വാല്യൂസ് ആണ് ഇതിൽ വരുന്നത്. അതായത് 0യും -1ഉം 1ഉം ഈ രീതിയിലാണ് ഇതിൻ്റെ വാല്യൂസ് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് ഇൻഫിമം നോക്കാം. ലിമിറ്റ് ഇൻഫിമം നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്തായിരിക്കും -1 ആയിരിക്കും. ലിമിറ്റ് സുപ്രീം എന്തായിരിക്കും കിട്ടുക, ലിമിറ്റ് സുപ്രീം എന്ന് പറഞ്ഞാൽ +1 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഇൻഫിമം ലിമിറ്റ് സുപ്രീമും രണ്ടും രണ്ടാ അല്ലേ. അപ്പോൾ അത് ഈക്വൽ ആണോ? ഈക്വൽ അല്ല. ഈക്വൽ അല്ലെങ്കിൽ എന്താ, സീക്വൻസ് എക്സ് ഡൈവേർജന്റ് ആണ്. നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ലിമിറ്റ് ഇൻഫിമം എന്താ -1 വരുന്നുണ്ട്, പക്ഷെ സുപ്രീം 0 എന്നാ പറയുന്നത്, അത് തെറ്റാ. പിന്നെ അടുത്തതിൽ നോക്കുമ്പോൾ ലിമിറ്റ് ഇൻഫിമം 0 എന്ന് പറയുന്നത് അല്ല, നമുക്ക് -1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ സിയും ഡിയും തെറ്റാണ്, എ കൺവേർജന്റേ അല്ല അല്ലേ. രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡൈവേർജന്റ് ആണ് എന്ന് പറയാം. സോ 4th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ദ സീരീസ് സമ്മേഷൻ n റേസ് ടു ലോഗ് എ കൺവേർജസ് ഇഫ്. ഇത് കൺവേർജന്റ് ആവണം എന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്താണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കിത് പി സീരീസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ പറയാം. സമ്മേഷൻ 1/n റേസ് ടു പി എന്ന് പറയുന്നത് കൺവേർജസ് ഇഫ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്, പിയുടെ വാല്യൂ >1 ആണ് അല്ലേ. ആ രീതിയിൽ ഇതിനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം, സമ്മേഷൻ നോക്കൂ ഇങ്ങനെ എഴുതിക്കൂടെ 1/n റേസ് ടു ലോഗ് എ എന്ന് എഴുതിക്കൂടെ. ഇനി ഇത് കൺവേർജന്റ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്യാം, ലോഗ് എയുടെ വാല്യൂ >1 ആണെങ്കിലാണ് കൺവേർജന്റ് ആവുക അല്ലേ. അപ്പോൾ ലോഗ് എ >1 ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ രണ്ട് സൈഡിലും ടേക്കിംഗ് എക്സ്പോണൻസ് ഓൺ ബോത്ത് സൈഡ്സ്, നമുക്ക് എന്ത് കിട്ടും, എ ഈസ് ഗ്രേറ്റർ ദാൻ അല്ലേ, എ ഈസ് ഗ്രേറ്റർ ദാൻ ഇ റേസ് ടു സോറി ഇവിടെ മൈനസ് ഉണ്ടാവും അല്ലേ, താഴേക്ക് വരുമ്പോൾ -log എന്ന് വരും. അപ്പം -log a >1 എന്ന് വരും. അതായത് ടേക്കിംഗ് എക്സ്പോണൻസ് ഓൺ ബോത്ത് സൈഡ്സ് എന്താ വരിക, ഇ റേസ് ടു -log a > e⁻1 എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലേ. ഇനി നോക്ക്, e⁻log a എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, e⁻log അല്ലേ a⁻1 എഴുതാം. ലോഗിന്റെ ഡെഫിനിഷൻ പ്രകാരം a⁻1 എന്ന് പറഞ്ഞാൽ 1/a > e എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി നോക്കുക എന്താണ്, ഇയും ലോഗും ഒപ്പം വരുമ്പോൾ 1/a > e എന്നാവും. നമുക്ക് എയുടെ വാല്യൂ ആണ് കാണണ്ടേ. സോ എ നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ a <1/e എന്ന് കിട്ടും. കണ്ടോ, എയുടെ വാല്യൂ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി പി സീരീസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് a <1/e ആണെന്ന്. ഇവിടെ a <1/e വരുന്ന ഏത് ഓപ്ഷൻ ആണ് ഉള്ളത് നോക്കൂ, a <1/e ഉള്ളത് സി ആണ്. അപ്പോൾ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 0 a <1/e സത്യം എയുടെ വാല്യൂ 0 a <1/e ആകുമ്പോഴാണ് ഈ സീരീസ് എന്താവുന്നത്, കൺവേർജന്റ് ആവുന്നത്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. What is the convergence of the series summation n equal to 1 to infinity 1/n log n the whole square? കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനാണ്. കണ്ടീഷണലി കൺവേർജന്റ് ആണോ, ഓസിലേറ്ററി ആണോ, കൺവേർജന്റ് ആണോ, അതോ ഡൈവേർജന്റ് ആണോ, ഈ കാര്യമാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീരീസ് നോക്കുന്ന സമയത്ത് ഇത് ആക്ച്വലി നമുക്ക് വേറെ ഏത് ടെസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഇന്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, n equal to 1 to infinity ആക്ച്വലി n equal to 1 ആകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ n equal to 1 ആകുമ്പോൾ, log 1 ആ വരിക അല്ലേ, log 1 0 അപ്പോൾ ഡിനോമിനേറ്ററിൽ എല്ലാ ടേംസും 0 ആവും, അൺഡിഫൈൻഡ് ആവും. അപ്പോൾ ഇവിടെ n equal to 2 to infinity ആണ് ആക്ച്വലി വേണ്ടത്. ഓക്കെ, n equal to 2 to infinity ആകുമ്പോൾ ഇറ്റ് ഇസ് ഓക്കെ അല്ലേ, ഫംഗ്ഷൻ സീരീസ് ഓക്കെ ആണ്. ഇനി നമുക്ക് അതിൻ്റെ കൺവേർജൻസ് ഇൻ്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇൻ്റഗ്രൽ ടെസ്റ്റ് പറയുന്നത് ഇതാണ്, ഫോർ ഒരു ഫംഗ്ഷനായിട്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം, ഇതിനെ ലെറ്റ് f of x be a ഫംഗ്ഷൻ, നമുക്ക് എന്ത് ചെയ്താൽ മതി, എന്നിൻ്റെ സ്ഥാനത്തൊക്കെ x കൊടുത്താൽ മതി അല്ലേ, 1/x log x the whole square എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്നത് നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ >= 2 ആകുമ്പോഴല്ലേ. ഓക്കെ, ഇനി ഇവിടെ ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്.
ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണെങ്കിൽ, കൺവേർജൻ്റ് ഇൻ ദ സെൻസ് നമ്മൾ മെയിൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഒരു ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ സീരീസ് തീർച്ചയായിട്ടും എന്തായിരിക്കും, കൺവേർജൻ്റ് ആണ് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഡൈവേർജൻ്റ്. നോക്കാം, നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ അല്ലേ, എവിടുന്ന് മുതലാണ് ഡിഫൈൻ ചെയ്യുന്നത്, ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് 1/x log x the whole square dx എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ലോഗ് എക്സ് ഹോൾ സ്ക്വയർ, അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ടേം അല്ലേ, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ ചിലപ്പോൾ അവിടെ റെഡി ആവും. കാരണം ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ഒരു ഇതുണ്ട് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ലെറ്റ് ടി ഈക്വൽ ടു, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഈക്വൽ ടു നമുക്ക് എന്താക്കാം, ലോഗ് എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക, ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/x അല്ലേ. നമുക്ക് ഡി എക്സ് ആണ് വേണ്ടത്. ഡി എക്സ് ഈക്വൽ ടു എക്സ് ഡി ടി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഞാൻ മാറ്റിയിട്ട് പ്രോപ്പർ ആക്കുകയാണ് ഇതിനെ. ടു ഇൻഫിനിറ്റി കൊടുക്കുന്നില്ല. 1/x ലോഗ് എക്സ് നമ്മൾ ടി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ടി സ്ക്വയർ ഡി എക്സിന് പകരം എക്സ് ഡി ടി. നോക്കൂ, എക്സും ക്യാൻസൽ ചെയ്തു. എന്താണ് 1/t സ്ക്വയർ ഡി ടിയുടെ ഇൻ്റഗ്രൽ വാല്യൂ, t⁻² എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ t⁻² + 1 ഡിവൈഡഡ് ബൈ -2 + 1 + c എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദിസ് ഇസ് ഈക്വൽ ടു എന്താ, t⁻² + 1 t⁻1 ആണ്. അപ്പം -t⁻1 + c, അതായത് -1/t + c ആണ് നമ്മുടെ ഈ പ്രോപ്പർ ഇൻ്റഗ്രൽ വാല്യൂ. ഇനി ഇംപ്രോപ്പർ ഇൻ്റഗ്രലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇൻ്റഗ്രൽ നമുക്ക് വേണ്ടത് 2 to ∞ ആണ് അല്ലേ. 1/x log x the whole square dx ആണ് നമുക്ക് വേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു -1/t + c. c ആവശ്യമില്ല, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. 2 to ∞. ഇൻസ്റ്റെഡ് ഓഫ് ഇൻഫിനിറ്റി ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, സോറി, -1 t എന്ന് പറയുന്നത് log x ആണ്. ഓക്കെ, 2 to ആസ് ലിമിറ്റ്, ഞാനൊരു ബി എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫിനിറ്റി വരാം, ബി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമെന്ന് ഒന്നുമില്ല. b ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കാണണം. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് -1/log b -1/log 2 എന്നുള്ള രീതിയിൽ വരും. ഇനി ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി എന്താണ് ഇതെന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രം മതി. മൈനസും പ്ലസ് ആയി. b ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ലോഗ് b എന്തായിരിക്കും, 0. ലോഗ് b എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ, ഇൻഫിനിറ്റിയിലേക്ക് ആയിരിക്കും ടെൻഡ് ചെയ്യുക. അപ്പോൾ -1/log b എങ്ങോട്ടായിരിക്കും, -1/∞ 0, 0ലേക്കായിരിക്കും അത് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0 പ്ലസ് ഇവിടെ b ഒന്നുമില്ല, ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/log 2. വാട്ട് ഇസ് 1/log 2? 1/log 2 ഇസ് എ ഫൈനൈറ്റ് നമ്പർ അല്ലേ. അതുകൊണ്ട് എന്ത് പറയാം, ഇതിന്റെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് കൺവേർജന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടും, ഈ സീരീസ് എന്ന് പറയുന്ന ഇൻ്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ സീരീസ് എന്ന് പറയുന്നതും എന്താണ്, കൺവേർജ് ചെയ്യും എന്നുള്ളത് പറയാം. അപ്പൊ ഇത്രയും ടൈം നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ എടുക്കില്ല, കാരണം പെട്ടെന്ന് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പൊ അത്രയും ടൈം വരില്ല. ഇൻ്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്യേണ്ട എപ്പോഴാണ് നോക്കുക, അത് കൺവേർജന്റ് ആവുന്നത് അതിന്റെ ഇൻ്റഗ്രൽ വാല്യൂവിൽ ഫൈനൈറ്റ് നമ്പർ കിട്ടിയാൽ മതി. ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾ ചൂസ് ചെയ്തു, അത് നമുക്ക് എന്ത് കിട്ടി, കൺവേർജന്റ് ആണ് എന്നുള്ളത് കിട്ടി. സോ ഇവിടെ 6th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കൺവേർജന്റ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് ദ സീക്വൻസ് xn കൺവേർജസ് ടു 0 then the sequence log 1 + xn, അതെന്താണ് ചെയ്യുന്നത്? അപ്പൊ സീക്വൻസ് xn എന്ന് പറയുന്നത് 0ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അതിലുള്ള xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അത് സം എൽ എന്ന് പറയുന്ന ലിമിറ്റിലേക്ക് കൺവേർജന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് xn എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസും എന്ത് ചെയ്യും, ഇറ്റ് വിൽ കൺവേർജ് ടു എഫ് ഓഫ് എൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് എൽ എന്ന് പറയുന്ന ലിമിറ്റിലേക്കാണ് കൺവേർജന്റ് ആയിട്ടുള്ളത്. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്.
ഇനി അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എഫ് ഓഫ് എല്ലിലേക്കാണ് കൺവേർജ് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ എക്സ് എൻ കൺവേർജസ് ടു 0. ഈ 0 ആണ് നമ്മുടെ എല്ല്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ എഫ് ഓഫ് എക്സ് എൻ ആരാ ഇവിടെ എഫ് ഓഫ് എക്സ് എൻ? എഫ് ഓഫ് എക്സ് എൻ നോക്കുമ്പോൾ തന്നെ അറിയാം, എന്താ ലോഗ് 1 പ്ലസ് എക്സ് എൻ ആണ് എഫ് ഓഫ് എക്സ് എൻ അല്ലേ? ലോഗ് 1 പ്ലസ് എക്സ് എൻ ആണ് എഫ് ഓഫ് എക്സ് എൻ. ഈ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ? ലോഗ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ലേ? അതിന്റെ ഡൊമൈനിൽ എന്തായാലും അത് കണ്ടിന്യൂസ് അല്ലേ? ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ്. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് ലോഗ് എക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ കണ്ടിന്യൂസ് ആണ്. സോ എഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എൻ ആയിട്ടുള്ള ഈ ഒരു സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എഫ് ഓഫ് എല്ലിലോട്ടാണ് കൺവേർജ് ചെയ്യുക. എന്താ എഫ് ഓഫ് എൽ? എഫ് ഓഫ് എൽ ഈക്വൽ ടു, ഈ ക്വസ്റ്റ്യനിൽ അറിയാം എൽ എന്ന് പറയുന്നത് 0 ആണ്, എഫ് ഓഫ് 0 ആണ്. ആരെ എഫ് ഓഫ് എക്സ് എൻ? ലോഗ് 1 പ്ലസ് എക്സ് എൻ. അപ്പൊ ഇവിടെ എന്താ വരിക? ലോഗ് 1 പ്ലസ് 0 ആണ് വരിക. ലോഗ് 1 ആണ് വരിക. ലോഗ് 1 എത്രയാ? ഇറ്റ് ഇസ് 0. അപ്പോൾ ഈ സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പകരം ഇവിടെ വന്നിരിക്കുന്ന സീക്വൻസ് ലോഗ് 1 പ്ലസ് എക്സ് എൻ ആണ്. അത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക? ഇറ്റ് മസ്റ്റ് കൺവേർജ് ടു 0. മേ കൺവേർജ് ടു അല്ലെങ്കിൽ മേ നോട്ടൊന്നും അല്ല, അത് തീർച്ചയായിട്ടും 0യിലേക്ക് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യുക. അപ്പോൾ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മസ്റ്റ് ബി കൺവേർജ് ടു 0. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഓപ്ഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കളയാൻ പറ്റും, ആദ്യം അതാണ് ചിന്തിക്കേണ്ടത്. പിന്നെ പെട്ടെന്ന് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് നോക്കുക. താങ്ക്